പാതിവില തട്ടിപ്പിൽ കോഴിക്കോട് താമരശ്ശേരിയിലും കേസ് രജിസ്റ്റർ ചെയ്തു. 1,67,00,000-ലധികം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. ജില്ലയിൽ ഇതുവരെ 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംഘടനകളും വ്യക്തികളുമായി നിരവധി പരാതികളാണ് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ കിട്ടുന്നത്. 1,67,78,353 രൂപ തട്ടിയെടുത്തെന്നാണ് താമരശ്ശേരി സ്റ്റേഷനിൽ കിട്ടിയ പരാതി. IDC ചെയർമാൻ നിജേഷ് അരവിന്ദിന്റെ പരാതിയിലാണ് കേസെടുത്തത്. 95 ലാപ്ടോപ്പ്, 120 ഹോം അപ്ലയൻസ്, 220 സ്കൂട്ടർ എന്നിവ പാതിവിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. KN അനന്തകുമാർ, അനന്തു കൃഷ്ണൻ, ഡോക്ടർ ബീന സെബാസ്റ്റ്യൻ, ഷീബ സുരേഷ് എന്നിവരാണ് പ്രതികൾ. 2024 ഡിസംബറിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. നിലവിൽ പാതിവില തട്ടിപ്പിൽ നടക്കാവ് സ്റ്റേഷനിൽ 2ഉം താമരശ്ശേരിയിൽ 1 കേസുമാണ് രജിസ്റ്റർ ചെയ്തത്. അതിനിടെ സ്കൂട്ടർ കമ്പനിക്കാരെയും പ്രതി അനന്തു കൃഷ്ണൻ കബളിപ്പിച്ചുവെന്നും പോലീസിന് വിവരം ലഭിച്ചു. 4.5 കോടിയോളം രൂപയാണ് വിവിധ കമ്പനികൾക്കായി അനന്തു കൃഷ്ണൻ നൽകാനുള്ളത്. ഒരു സ്കൂട്ടർ വാങ്ങുമ്പോൾ അനന്തുവിന് 5,000 മുതൽ 10,000 രൂപ വരെ ലഭിച്ചുവെന്നാണ് കണ്ടെത്തൽ. 24 കോഴിക്കോട്.